നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ഗിഫ്റ്റ് ഹൗസ് ഉടമ സലീൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഇൻബോണ്ട് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് കരയിലെത്തിച്ചത്. ശാഖ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ പ്രതിഷേധിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയനിലെ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കൊടുങ്ങല്ലൂരിലെ ഗിഫ്റ്റ് ഹൗസ് ഉടമ സലീൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. വിനോദ് കുമാറിന് 6 മാസം തടവും സലീൽ, അനൂപ് എന്നിവർക്ക് 3 മാസം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. തുടർന്ന് 3 പേർക്കും കോടതി ജാമ്യവും അപ്പീൽ സമർപ്പിക്കാൻ 1 മാസത്തെ കാലാവധിയും അനുവദിച്ചു. 2016 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള ഗിഫ്റ്റ് ഹൗസ് എന്ന സ്ഥാപനത്തിൽ മുൻകൂർ നോട്ടീസില്ലാതെ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരികൾ തടഞ്ഞത്. സർക്കാരിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിംസ് കാരണത്ത് ഹാജരായി. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡറിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പ് കരയിലെത്തിച്ചത്. കടലിൽ 5 നോട്ടിക്കൽ മൈൽ അകലെ കാരഭാഗത്ത് എഞ്ചിൻ നിലച്ചുപോയ വലപ്പാട് സ്വദേശി പള്ളത്ത് മനുകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളവും വലപ്പാട് സ്വദേശികളായ 50 മത്സ്യത്തൊഴിലാളികളെയുമാണ് കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, ER റെസ്ക്യൂ ഗാർഡന്മാരായ പ്രമോദ്, റഫീഖ്, ബോട്ട് സ്ട്രാങ്ക്, ദേവസി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതും കൊണ്ട് കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ശാഖ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ പ്രതിഷേധിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച നിലയിലും ഓഫീസ് ജനൽ ചില്ലുകൾ തല്ലി പൊട്ടിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ ശക്തമായി പ്രതിഷേധിച്ചു. ഗുരുദേവ ചിത്രം നശിപ്പിക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PK പ്രസന്നൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ദിൽഷൻ കോട്ടേക്കാട്ട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊയ്യ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിലും പ്രൊഫഷണൽ മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ മാർട്ടിൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ,
യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അമ്പൂക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൗമ്യ രഞ്ജിത്ത്, വർഗീസ് കാഞ്ഞുത്തറ, ജോളി സജീവ്, റീന സേവ്യർ, സാബു കൈതാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ CJ ബേബി, തോമസ് കല്ലറയ്ക്കൽ, സജീവൻ കുന്നപ്പള്ളി, ഷാജി VN, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിപിൻ ജോസഫ് പഞ്ഞിക്കാരൻ, ചന്തു പള്ളിയിൽ, ആൽബിൻ ചക്കാലയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. KPMS മാള യൂണിയൻ പഞ്ചമി കോഓർഡിനേഷൻ കമ്മിറ്റി രൂപീകരണവും ആദരവ് ചടങ്ങും നടന്നു. മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു ഷിബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK സുബ്രൻ സന്ദേശം നൽകി. പഞ്ചമി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ പഞ്ചമി ക്ലാസ് നയിച്ചു. NK പ്രേമവാസൻ, ജനീഷ് കുറ്റിപ്പറമ്പത്ത്, KV രതീഷ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്ര പോരാട്ടങ്ങൾ പറഞ്ഞ ഈ ഭൂമിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതിൻ്റെ മക്കളാണ്, നേരെ അവകാശികളാണ് നമ്മൾ, അല്ലേ? ചരിത്ര സ്മാരക നിധിയുമായി മഹാത്മാ അയ്യങ്കാളി വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ ഊരൂരുട്ടമ്പലം പള്ളിക്കൂടത്തിലേക്ക് പഞ്ചമി എന്ന പൂജാരി അയ്യപ്പൻ്റെ മകൾ പഞ്ചമി എന്ന പെൺകുട്ടിയെയും കൈപിടിച്ചുകൊണ്ട് ആ പള്ളിക്കൂടത്തിലേക്ക് പ്രവേശിച്ചപ്പോഴുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പറയാതെ അറിയാം. കാരണം ചത്തമാസ മണ്ണാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംവാദം സംഘടിപ്പിച്ചു. 2024 ജനവിധിയുടെ അർത്ഥാന്തരങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിന്റു മഹാദേവ് ആഗ്നേയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് എന്നിവരാണ് 3 മുന്നണികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു മാജിക്കൽ തെരഞ്ഞെടുപ്പാണ്. ജയിച്ചവർ തോറ്റെന്നും തോറ്റവർ ജയിച്ചെന്നും തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ജൂൺ 4 മുമ്പ് വരെ നരേന്ദ്രമോദി 400 പാർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന സന്ദേശം തരികയുണ്ടായി. പക്ഷെ ജൂൺ 4 ഫലം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്. മോദിയുടെ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടാവും, അദ്ദേഹം വരുന്ന ആ രംഗം ദയനീയമായിരുന്നു. ചത്ത വീട് പോലെയായിരുന്നു BJPയുടെ വിജയ ആഘോഷം. കാരണം 400 പാറിൻ്റെ അയൽപക്കത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് സിംഗ് ഭൂരിപക്ഷം ഉണ്ടായില്ല. ഒപ്പം തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ കൺവീനർ M സുൽഫത്തും തുടർന്ന് മാധവൻ പുറച്ചേരി, ഫാദർ ജോൺ കവലക്കാട്ട്, ബാബു തോമസ്, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, KC ഹരിദാസ്, ചന്ദ്രൻ മനവളപ്പിൽ, MA ബാബു, PT വിൽസൺ, KC ജയൻ, VK ചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാധ്യമപ്രവർത്തകനായ N പത്മനാഭൻ മോഡറേറ്ററായി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ഗിഫ്റ്റ് ഹൗസ് ഉടമ സലീൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഇൻബൗണ്ട് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് കരയിലെത്തിച്ചത്. ശാഖ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ പ്രതിഷേധിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയനിലെ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.